ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള കായിക രംഗവുമായി ബന്ധപ്പെട്ട് PSCയിൽ ആവർത്തിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. LTCക്കും അതുപോലെ തന്നെ LGSനും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള കായിക രംഗവുമായി ബന്ധപ്പെട്ട് PSCയിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, കേരള കായിക ദിനം എന്ന് ഒക്ടോബർ 13. കേരള കായിക ദിനം വരുന്നത് ഒക്ടോബർ 13 GV രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13 കേരള കായിക ദിനമായി ആചരിക്കുന്നത്. അടുത്തത്, കായിക കേരളത്തിൻ്റെ പിതാവ് ആര്? കേണൽ GV രാജ. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേണൽ GV രാജയാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂൾ ഏത്? GV രാജ സ്പോർട്സ് സ്കൂൾ. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂളാണ് GV രാജ സ്പോർട്സ് സ്കൂൾ. അപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. കേരള കായിക ദിനം എന്നറിയപ്പെടുന്നത് ഒക്ടോബർ 13 GV രാജയുടെ ജന്മദിനമാണ് കേരള കായിക ദിനമായി ആചരിക്കുന്നത്. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേണൽ GV രാജയാണ്. അടുത്തത് എന്താണ്? കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ എന്നറിയപ്പെടുന്നത് GV രാജ സ്പോർട്സ് സ്കൂളാണ്. അടുത്തത്, സ്പോർട്സ് ബിൽ പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? കേരളം. സ്പോർട്സ് ബില്ല് പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അടുത്തത്, കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരം ആര്? IM വിജയൻ. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോൾ താരമാണ് IM വിജയൻ. അടുത്തത്, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായ BP സത്യൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തലശ്ശേരി. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായ BP സത്യൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരിയിലാണ്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യ ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലം ഏത്? തലശ്ശേരി. ഇന്ത്യയിൽ ആദ്യ ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലമാണ് തലശ്ശേരി. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് രൂപം കൊണ്ട സ്ഥലം ഏത്? തലശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് രൂപം കൊണ്ട സ്ഥലം കൂടിയാണ് തലശ്ശേരി. അടുത്തത്, ഇന്ത്യയിൽ ആദ്യ ജിംനേഷ്യം സ്ഥാപിതമായത് എവിടെ? തലശ്ശേരി. ഇന്ത്യയിൽ ആദ്യ ജിംനേഷ്യം സ്ഥാപിതമായതും തലശ്ശേരിയിലാണ്. ഇന്ത്യയിൽ ആദ്യ ക്രിക്കറ്റ് മത്സരം നടന്ന സ്ഥലം തലശ്ശേരിയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് രൂപം കൊണ്ട സ്ഥലം കൂടിയാണ് തലശ്ശേരി. ഇന്ത്യയിൽ ആദ്യ ജിംനേഷ്യം സ്ഥാപിതമായതും തലശ്ശേരിയിലാണ്. അതുപോലെ തന്നെ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായ VP സത്യൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകം സ്ഥിതി ചെയ്യുന്നതും തലശ്ശേരിയിലാണ്. അടുത്തത്, കേണൽ GV രാജയുടെ നേതൃത്വത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രൂപീകൃതമായ വർഷം എപ്പോൾ? 1950. കേണൽ GV രാജയുടെ നേതൃത്വത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രൂപീകൃതമായ വർഷമാണ് 1950. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരം ഏത്? GV രാജ പുരസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരമാണ് GV രാജ പുരസ്കാരം. അടുത്തത്, 2024 ഒളിമ്പിക്സ് മെഡൽ ലക്ഷ്യമാക്കി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്പറേഷൻ ഒളിമ്പിയ. 2024 ഒളിമ്പിക് മെഡൽ ലക്ഷ്യമാക്കി KSFC ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഒളിമ്പിയ. കേണൽ GV രാജയുടെ നേതൃത്വത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രൂപീകൃതമായത് 1950. കേരളത്തിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരം എന്നറിയപ്പെടുന്നത് GV രാജ പുരസ്കാരമാണ്. അടുത്തത്, കേരള കായിക രംഗവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ മലയാളികളാണ് നോക്കുന്നത്. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി അത്ലറ്റ് ആര്? KM ബീനാമോൾ. 2002-2003 കാലഘട്ടങ്ങളിലാണ് KM ബീനാമോൾക്ക് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി അത്ലറ്റാണ് KM ബീനാമോൾ 2002-2003. അടുത്തത്, രണ്ടാമത്തെ മലയാളി ഖേൽരത്ന പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളിയാണ് അഞ്ജു ബോബി ജോർജ്. 2003-2004 കാലഘട്ടത്തിലാണ് രണ്ടാമത്തെ മലയാളി, അതായത് ഖേൽരത്ന പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളിയാണ് അഞ്ജു ബോബി ജോർജ്. 2003-2004 കാലഘട്ടത്തിൽ പുരസ്കാരം നേടിയ ആദ്യ മലയാളി പുരുഷ താരമാണ് PR ശ്രീജേഷ്. ഹോക്കിയിലാണ് അദ്ദേഹത്തിന് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി പുരുഷ താരം PR ശ്രീജേഷ് ആണ്. അടുത്തത്, അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? C ബാലകൃഷ്ണൻ. പർവ്വതാരോഹണത്തിലാണ് അർജുന അവാർഡ് 1965 C ബാലകൃഷ്ണന് ലഭിച്ചത്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് C ബാലകൃഷ്ണൻ. പർവ്വതാരോഹണമാണ് 1965 അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത്, അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആര്? KC ഏലമ്മ. 1975 വോളിബോളിനാണ്
KC ഏലമ്മയ്ക്ക് അർജുന അവാർഡ് ലഭിച്ചത്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത KC ഏലമ്മയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി എന്നറിയപ്പെടുന്നത് C ബാലകൃഷ്ണനാണ്. അടുത്തത് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് ആര്? TC യോഹന്നാൻ. 1974 അർജുന അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് എന്നറിയപ്പെടുന്നത് TC യോഹന്നാനാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി C ബാലകൃഷ്ണൻ. 1965 പർവ്വതാരോഹണത്തിന്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത എന്നറിയപ്പെടുന്നത് KC ഏലമ്മയാണ്. 1975 വോളിബോളിനാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റാണ് TC യോഹന്നാൻ. 1974. അടുത്തത് അർജുന അവാർഡ് നേടിയ ഏക മലയാളി ഫുട്ബോൾ താരം ആര്? IM വിജയൻ. 2003 അർജുന അവാർഡ് നേടിയത്. അർജുന അവാർഡ് നേടിയ ഏക മലയാളി ഫുട്ബോൾ താരമാണ് IM വിജയൻ. അടുത്തത് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി ആര്? OM നമ്പ്യാർ. 1985 OM നമ്പ്യാർക്ക് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച ആദ്യ മലയാളിയാണ് OM നമ്പ്യാർ. അടുത്തത് ദ്രോണാചാര്യ അവാർഡ് 2021 ലഭിച്ച മലയാളികളാണ് TP ഔസേപ്പും രാധാകൃഷ്ണൻ നായർ പിയും. ദ്രോണാചാര്യ അവാർഡ് 2021 ലഭിച്ച മലയാളിയാണ് TP ഔസേപ്പ്, രാധാകൃഷ്ണൻ നായർ. അടുത്തത് 2021 ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിത KC ലേഖയാണ്. ബോക്സിങ്ങിനാണ് KC ലേഖയ്ക്ക് ധ്യാൻചന്ദ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 2021 ധ്യാൻചന്ദ് അവാർഡ് നേടിയ വനിത, മലയാളി വനിതയാണ് KC ലേഖ. ബോക്സിങ്ങിനാണ് KC ലേഖയ്ക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്തത് 2020 ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിതയാണ് ജിൻസി ഫിലിപ്സ്. അത്ലറ്റിക്സിലാണ് ജിൻസി ഫിലിപ്സിന് 2020 ധ്യാൻചന്ദ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 2020 ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിതയാണ് ജിൻസി ഫിലിപ്സ്. 2021 ധ്യാൻചന്ദ് അവാർഡ് നേടിയ മലയാളി വനിത KC ലേഖ. അടുത്തത് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ആര്? മാനുവൽ ഫ്രെഡറിക്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. അടുത്തത് ഒളിമ്പിക്സ് ഇനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആര്? CK ലക്ഷ്മണൻ. ഒളിമ്പിക്സ് ഇനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് CK ലക്ഷ്മണൻ. അടുത്തത് 1924 പാരീസ് ഒളിമ്പിക്സിൽ ഹഡിൽസ് വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മലയാളി ആര്? CK ലക്ഷ്മണൻ. 1924 പാരീസ് ഒളിമ്പിക്സിൽ ഹഡിൽസ് വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മലയാളിയാണ് CK ലക്ഷ്മണൻ. ഒളിമ്പിക്സ് ഇനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്നറിയപ്പെടുന്നതും CK ലക്ഷ്മണനാണ്. അടുത്തത് ഒളിമ്പിക്സ് മെഡൽ നേടിയ മലയാളികളാണ് മാനുവൽ ഫ്രെഡറിക്, PR ശ്രീജേഷ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ മലയാളികൾ മാനുവൽ ഫ്രെഡറിക്കും PR ശ്രീജേഷുമാണ്. അടുത്തത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിനെ കുറിച്ചാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ KSSC നിലവിൽ വന്ന വർഷം 1954. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നത് 1954. ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരമാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. നിലവിൽ വന്നത് 1954. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രഥമ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് GV രാജയാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രഥമ പ്രസിഡൻ്റാണ് GV രാജ. നിലവിലെ പ്രസിഡന്റ് U ഷറഫ് അലിയാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ നിലവിലെ പ്രസിഡന്റ് U ഷറഫ് അലി. പ്രഥമ പ്രസിഡന്റ് അല്ലെങ്കിൽ ആദ്യത്തെ പ്രസിഡന്റ് GV രാജയാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നത് 1954. ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കേരള കായിക രംഗവുമായി ബന്ധപ്പെട്ട് PSCയിൽ ആവർത്തിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ്. വരുന്ന എക്സാമുകളിൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം.